നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും പുഴകളും ഏറെ മനോഹരമാണ്. ഇത് വടക്കാഞ്ചേരി പുഴയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് മനോഹരമായ ക്ഷേത്രങ്ങൾ നമുക്ക് വടക്കാഞ്ചേരിയിൽ കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും നമുക്കറിയാവുന്നത് തന്നെയാണ്. ത്രളിക്കാവ്, അകമല ക്ഷേത്രം, മച്ചാട് തിരുവാണിക്കാവ്, ഇതെല്ലാം ഏറെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ പുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉള്ള സ്ഥലവും കൂടിയാണ് വടക്കാഞ്ചേരി മേഖല. വടക്കാഞ്ചേരി അടുത്ത് കുമ്പളങ്ങാട് എന്ന ഗ്രാമത്തിലെ പള്ളിമണ്ണ ശിവക്ഷേത്രം കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ ഉള്ള ഒരു ശിവക്ഷേത്രമാണ് ചാലക്കൽ കുറിച്ചിക്കര ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വടക്കാഞ്ചേരി പുഴയുടെ അരികിലാണ് ഈ ക്ഷേത്രമുള്ളത്. വിശാലമായ പാടങ്ങളും പച്ചപ്പാർന്ന പ്രകൃതി അന്തരീക്ഷവുമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തുള്ളത്. പലപ്പോഴും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പല മനോഹരമായ ക്ഷേത്രങ്ങളും പുഴയുടെ തീരത്താണ് കാണാറുള്ളത്. ഇവിടെയും വടക്കാഞ്ചേരി പുഴയുടെ തീരത്താണ് ഈ പുരാതന ക്ഷേത്രമുള്ളത്. ആലൂർ പുഴയെന്നും ഈ പുഴയെ പറയുന്നതായി കാണാം. ചാലക്കൽ ചിറയുമായി ബന്ധപ്പെട്ടാണ് ചാലക്കൽ എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു. കേരളത്തിലെ ഭൂരിഭാഗം ശിവക്ഷേത്രങ്ങളും സ്വയംഭൂ സങ്കല്പമാണുള്ളത്. ഇത്തരം പഴമയാർന്ന അതിപുരാതനമായ ക്ഷേത്രങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രകൃതിയുടെ മനോഹരമായ ഒരു സൗന്ദര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. നിശബ്ദതയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതിനിടയിൽ പുഴയൊഴുകുന്ന ശബ്ദം കേൾക്കാം. മനോഹരമായ ഒരു ക്ഷേത്രം ദർശിച്ച സന്തോഷത്തോടെ മടങ്ങുകയാണ്. നന്ദി, നമസ്കാരം.